അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അശ്വിമ രാജേഷ്. എല്ലാ വർഷവും ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നത് ഹോമിയോപ്പതിയെയും വൈദ്യശാസ്ത്രത്തിലെ അതിൻ്റെ സംഭാവനകളെയും ആദരിക്കുന്നതിനായിട്ടാണ്. ഹോമിയോപ്പതിയുടെ തുടക്കക്കാരനായ ജർമ്മൻ ഫിസിഷ്യൻ ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹാനിമാന്റെ ജന്മദിനം ഈ ദിവസം അനുസ്മരിക്കുന്നു. 1755 ഏപ്രിൽ 10 പാരീസിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞനും പ്രശസ്ത പണ്ഡിതനും ഭാഷാ പണ്ഡിതനുമായിരുന്നു ഹാനിമാൻ. ഹോമിയോപ്പതിയിലൂടെ അദ്ദേഹം രോഗശാന്തിക്കുള്ള മാർഗം കണ്ടെത്തി. ഹോമിയോസ്, പാത്തോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഹോമിയോപ്പതി എന്ന പദം ഉരുത്തിരിഞ്ഞത്. ഏത് തരത്തിലുള്ള രോഗത്തെയും ചികിത്സിക്കുന്നതിനുള്ള ഒരു ചികിത്സാ രീതിയാണിത്. വൈറൽ അണുബാധകൾ, വിവിധ തരം അലർജി രോഗങ്ങൾ, ചർമ്മവൈകല്യങ്ങൾ, പെരുമാറ്റ പ്രശ്നങ്ങൾ, മറ്റ് വിട്ടുമാറാത്ത ദീർഘകാല രോഗങ്ങൾ എന്നിവയെ ചികിത്സിക്കാൻ ജനങ്ങൾ ഹോമിയോപ്പതി ചികിത്സകൾ ഉപയോഗിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, ADHD, OCD എന്നിവയുൾപ്പെടെയുള്ള വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതി പ്രതിവിധികൾ സുരക്ഷിതവും വിഷരഹിതവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതുമാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗശാന്തി പ്രക്രിയകളെ ഉത്തേജിപ്പിക്കുന്നതിന് വളരെ നേർപ്പിച്ച പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടുന്ന രോഗശാന്തിക്കുള്ള സമഗ്രമായ സമീപനമാണ് ഹോമിയോപ്പതി. തെളിയിക്കപ്പെട്ട ഫലപ്രാപ്തി ഉണ്ടായിരുന്നിട്ടും ഹോമിയോപ്പതി പലപ്പോഴും അശാസ്ത്രീയവും ഫലപ്രദമല്ലാത്തതുമാണെന്ന് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ലോക ഹോമിയോപ്പതി ദിനം ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചും അതിൻ്റെ ഫലപ്രാപ്തിയെ പിന്തുണയ്ക്കുന്നതിനായി നടത്തിയ ഗവേഷണങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അവസരം നൽകുന്നു. ഹോമിയോപ്പതി ഒരു പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഔഷധം കൂടിയാണ്. നിലവിലെ ആഗോള കാലാവസ്ഥാ പ്രതിസന്ധിയിൽ ഹോമിയോപ്പതിയുടെ ഈ വശം വളരെ പ്രധാനമാണ്. അവിടെ സുസ്ഥിരതയും പരിസ്ഥിതി സംരക്ഷണവും അടിയന്തര മുൻഗണനകളായി മാറിയിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.